എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 8/11/2025 നടത്തിയ സ്റ്റേജ് 2 10th പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ചോദ്യപേപ്പർ കോഡ് 145/2025. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. ചേരുംപിടി ചേർക്കുക. ഓപ്ഷൻ എ 1D 2A 3B 4C. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി സജി ചെറിയാൻ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ബി ആലപ്പുഴ. ഇന്ത്യൻ കായികരംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ ഡി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? ഓപ്ഷൻ ബി മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി? ഓപ്ഷൻ സി ഡോക്ടർ എ ജയതിലക്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1, 3 ശരി. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസാർ പർവ്വത നിരകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1, 3 ശരി. നർമ്മദ നദി ഉദ്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികൾക്ക് അപരനദ തീവ്രത താരതമ്യേന കുറവാണ്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? ഓപ്ഷൻ എ സുന്ദർഗഡ്. ദേശീയ ജലപാത NW3 കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി രാജസ്ഥാൻ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം? ഓപ്ഷൻ എ 146. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം? ഓപ്ഷൻ ഡി സമ്പദ് കൗമുദി. താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി പരുത്തി. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ഓപ്ഷൻ എ താജിക്കിസ്ഥാൻ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ഓപ്ഷൻ ബി ഷിപ്കില ചുരം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ സി 3, 4 CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ സി DK കാർവെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഓപ്ഷൻ എ 1951, 1952. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാം ആയിരുന്നു? ഓപ്ഷൻ സി 3 ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക? ഓപ്ഷൻ ഡി 1, 4, 3, 2. കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, മാപ്പിള ലഹള, വൈക്കം സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണ്?
ഓപ്ഷൻ ബി 1, 2, 4. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISRO രൂപീകരിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, സതി ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 4. ഹൈദരാബാദ്, ജുനാഗഡ്, കശ്മീർ. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2, 3 മാത്രം. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ സി 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 51A വകുപ്പിൽ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി 16 വകുപ്പ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്, 2 തെറ്റാണ്. 1, 3, 4. 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്. ഈ പ്രസ്താവനകളാണ് ശരിയായത്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 2002 86 ഭരണഘടനാ ഭേദഗതി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി? ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ പെരിയാർ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഓപ്ഷൻ എ മംഗളവനം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കേരള കായിക ദിനം? ഓപ്ഷൻ എ ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം? ഓപ്ഷൻ എ സൈലന്റ് വാലി. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി? ഓപ്ഷൻ ഡി വി വിശ്വനാഥൻ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി? ഓപ്ഷൻ ബി പമ്പ. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? ഓപ്ഷൻ ഡി. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി വടകര. 1921 നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു?
ഓപ്ഷൻ എ ടി പ്രകാശൻ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി വില്യം കീലിംഗ്. വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 4. എല്ലാം ശരിയുത്തരങ്ങളാണ്. ബ്രിട്ടീഷ് അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ ബി 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2 മാത്രം. തീരപ്രദേശത്ത് മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിലേതാണ്? ഓപ്ഷൻ എ വിജാഗിരി സന്ധി. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കണ്ണൂർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? ഓപ്ഷൻ ഡി കോളറ, ടൈഫോയിഡ്. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. ഓപ്ഷൻ എ. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവ എല്ലാം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക, ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? ഓപ്ഷൻ സി കഴുകൻ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന? ഓപ്ഷൻ ഡി IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ഓപ്ഷൻ സി വിറ്റാമിൻ സി. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി പാർഷിക വിപര്യം. പ്രവൃത്തിയുടെ SI യൂണിറ്റ്? ഓപ്ഷൻ ബി ജൂൾ. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷാണ്? ഓപ്ഷൻ ബി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഉത്പതനം. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഓപ്ഷൻ എ ഐസോപ്രീൻ. താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 3, 4. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എന്താണ്? ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഏണസ്റ്റ് റൂദർഫോർഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 3. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അടുത്തതായി മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 81 ഓപ്ഷൻ ബി YLLP. 82 ഓപ്ഷൻ ബി 17. 83 ഓപ്ഷൻ സി 2 മണിക്കൂർ 30 മിനിറ്റ്. 84 ഓപ്ഷൻ എ 12. 85 ഓപ്ഷൻ ഡി 125. 86 ഓപ്ഷൻ ബി 2/3. 87 ഓപ്ഷൻ എ ഓരോ ആപ്പിളും അയാൾക്ക് 0.83 രൂപ ലാഭം കിട്ടുന്നു.
88 ഓപ്ഷൻ സി 51.25 കിലോഗ്രാം. 89 ഓപ്ഷൻ സി 60. 90 ഓപ്ഷൻ ബി 7. 91 ഓപ്ഷൻ ഡി ഹരണം ഗുണനം. 92 ഓപ്ഷൻ എ 30. 93 ഓപ്ഷൻ ബി 3/5 ലെസ് ദാൻ 5/8 ലെസ് ദാൻ 2/3. 94 ഓപ്ഷൻ എ കിഴക്ക്. 95 ഓപ്ഷൻ എ √73. 96 ഓപ്ഷൻ എ 8.25. 97 ഓപ്ഷൻ സി 5/6. 98 ഓപ്ഷൻ ബി 13. 99 ഓപ്ഷൻ സി 95. 100 ഓപ്ഷൻ എ 24 സെക്കൻഡ്. ഈ ചോദ്യപേപ്പറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്യുമ്പോൾ ഉത്തരങ്ങൾ ഒന്നുകൂടി നമുക്ക് കൺഫേം ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.